നമസ്കാരം. ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. ചാത്തോലിക്കുണ്ട് ഏഴുകണ്ണി പാലത്തിനു താഴെയുള്ള ഈ ഒരു വഴി ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ കഴിഞ്ഞ ദിവസം റെയിൽവേ കൊട്ടിയടച്ചിരുന്നു. വലിയ രീതിയിൽ ഇത് വാർത്തയായിരുന്നു. സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ ഈ ഒരു കാര്യം വലിയ രീതിയിൽ വാർത്തയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് വീണ്ടും റെയിൽവേ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രം സഞ്ചരിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു വഴി ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വാർഡ് മെമ്പറുടെയും ഒക്കെ ഇടപെടലിലാണ് ഇത് സാധ്യമായത് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലമ്പൂർ ഷൊർണൂർ പാതയിൽ ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഏഴുകണ്ണി പാലത്തിന് ചുവട്ടിൽ കൊട്ടിയടച്ചത് എന്നാണ് റെയിൽവേ നൽകുന്ന വിശദീകരണം. ഇത് താൽക്കാലികമാണെന്നാണ് അറിയാൻ സാധിച്ചത്. പാലൂർ തൈപ്പൂയ രഥോത്സവം 2024 ജനുവരി 18 മുതൽ 26 വരെ. ഏറാംതോട് ഏഴുകണ്ണി പാലത്തിന് ചുവട്ടിലൂടെ ഇരുചക്ര വാഹന യാത്രികർക്ക് പോലും കടന്നുപോകാൻ സാധിക്കാത്ത വിധത്തിൽ കഴിഞ്ഞ ദിവസമാണ് റെയിൽവേ കൊട്ടിയടച്ചത്. ഇതോടെ ചാത്തോലിക്കുണ്ട് ഭാഗത്തെ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ വഴിമുട്ടിയ അവസ്ഥയിലായിരുന്നു. അങ്ങാടിപ്പുറം വലമ്പൂർ ഭാഗത്തുള്ളവർ അങ്ങാടിപ്പുറം ടൌണിലേക്ക് എത്താതെ പെരിന്തൽമണ്ണയിലെത്താനുള്ള എളുപ്പമാർഗമായാണ് ഈ പാത ഉപയോഗിച്ചിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് പെരിന്തൽമണ്ണയിലെയും അങ്ങാടിപ്പുറത്തെയും ഗതാഗത കുരുക്കഴിക്കാൻ നിഷ്കർഷിക്കുന്ന ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസിന്റെ ഒരു മിനി വേർഷൻ. ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ സാധിക്കാത്ത വിധം പാത അടച്ചതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായിരുന്നു. തുടർന്ന് അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും ചേർന്ന റെയിൽവേ അധികൃതരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന തരത്തിൽ പാത വീണ്ടും തുറന്നുകൊടുത്തിട്ടുണ്ട്. ഷൊർണൂർ നിലമ്പൂർ പാതയിൽ നടക്കുന്ന വൈദ്യുതീകരണത്തിന്റെ ഭാഗമായാണ് റെയിൽവേ ഏഴുകണ്ണിപ്പാലം അണ്ടർപാസ് പൂർണ്ണമായും അടച്ചുകെട്ടിയത്. നിലവിൽ വൈദ്യുതക്കാലുകൾ സ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികൾ ദ്രുതഗതിയിൽ ഇവിടെ നടക്കുന്നുണ്ട്. തോട്ടിൽ ഇതിനായുള്ള പില്ലർ സ്ഥാപിക്കുന്ന പ്രവൃത്തികളും നടക്കുന്നു. മുൻപ് ഏറാംതോട് ഏഴുകണ്ണിപ്പാലത്തിന്റെ അടിവശത്തുള്ള ഈ വഴിയിലൂടെ ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോയിരുന്നു. പാലത്തിന്റെ തൂണിൽ വലിയ വാഹനങ്ങൾ ഇടിക്കുകയും ചെറിയ വിള്ളലുകൾ രൂപപ്പെടുകയും ചെയ്തതോടെ പാതയിൽ ചെറിയ തൂണുകൾ സ്ഥാപിച്ച ഇരുചക്ര വാഹനങ്ങൾക്കും കാൽനടയാത്രികർക്കും മാത്രം കടന്നുപോകാവുന്ന വിധത്തിൽ റോഡ് അടച്ചിടുകയായിരുന്നു. റെയിൽവേ ഏതു നിമിഷവും അടച്ചുകെട്ടിയേക്കാവുന്ന അവസ്ഥയിൽ തന്നെയാണ് ഈ അണ്ടർപാസ് ഇപ്പോഴുമുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങാടിപ്പുറം നഗരത്തിലെയും പെരിന്തൽമണ്ണയിലെയും കുരുക്കഴിക്കാൻ മാത്രമല്ല ഏഴുകണ്ണി പാലത്തിനു സമീപത്തെ പ്രദേശവാസികളുടെ യാത്രാക്ലേശം പരിഹരിക്കാനും ഓരാണം പാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാവേണ്ടത് അനിവാര്യമാണ്. റെയിൽവേ ഇതുവഴിയുള്ള അണ്ടർപാസ് പൂർണ്ണമായും കൊട്ടിയടച്ചാൽ ചാത്തോലിക്കുണ്ട് ഭാഗം ഒറ്റപ്പെടുന്നതിനോടൊപ്പം ഇവിടെയുള്ളവർക്ക് കിലോമീറ്ററുകൾ വളഞ്ഞു സഞ്ചരിച്ച് അങ്ങാടിപ്പുറം നഗരത്തിലൂടെ വേണം പെരിന്തൽമണ്ണയിലേക്ക് പ്രവേശിക്കാൻ. ഏഴുകണ്ണിപ്പാലം ഭാഗത്ത് റെയിൽവേ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമ്പോൾ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഒപ്പം ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് എന്ന ആവശ്യം കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യുന്നു. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.